ദൈവമാതാവിനും തിരുക്കുമാരനും നന്ദി. എൻ്റെ പേര് ഹൃദയ. ഞാനിവിടെ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ അമ്മ, ഇതെൻ്റെ അപ്പൻ. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് സമയത്താണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ എക്സാം എഴുതുന്ന സമയത്ത് എൻ്റെ ഒരു കസിനാണ് എൻ്റെ കയ്യിൽ ഇവിടുത്തെ കാശുരൂപം തന്നത്. അങ്ങനെ കാശുരൂപം കൊണ്ടാണ് ഞാൻ എക്സാം എഴുതാൻ പോയത്. എക്സാം എഴുതാൻ പോയപ്പോൾ എക്സാം അത്യാവശ്യം ടഫായിരുന്നു. അപ്പോൾ എക്സാമൊക്കെ എഴുതി തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം ആണിങ്ങനെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഒരു 4 ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ റിസൾട്ട് വരേണ്ടത്. ഞാൻ ഉടമ്പടി എടുത്ത് നേരെ വീട്ടിൽ പോയി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ടിൽ ഞാൻ എല്ലാം പാസ്സായി. അതിനുശേഷം പിന്നെയുള്ള അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമായി. അതിനുശേഷം പിന്നെ എനിക്ക് സ്പീക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ പോയി സ്പീക്കിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്തും ഈ കാശുരൂപം കൊണ്ടാണ് സ്പീക്കിംഗ് അറ്റൻഡ് ചെയ്യാൻ പോയത്. സ്പീക്കിംഗ് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേനും അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കാശുരൂപം കയ്യിലിങ്ങനെ മുറുകെ പിടിച്ചിട്ടാണ് ഓരോന്നിനും ആൻസർ കൊടുത്തത്. അങ്ങനെ സ്പീക്കിങ്ങും പാസ്സായി. പിന്നെ അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിൻ്റെ സമയത്തും തൈലം നെറ്റിയിൽ കുരിശ് കൊണ്ട് വരച്ചിട്ട് കാശുരൂപം കയ്യിൽ പിടിച്ചിട്ടാണ് ഇൻ്റർവ്യൂവും അറ്റൻഡ് ചെയ്യാൻ പോയത്. അങ്ങനെ ഇൻ്റർവ്യൂവും പാസ്സായി. പിന്നെ അതിനുശേഷം എല്ലാ ദിവസവും ഇവിടെ വന്ന് വൈകുന്നേരം വന്ന് പ്രാർത്ഥിക്കും, കുറേ നേരം കൊന്ത ചൊല്ലും. അങ്ങനെ കഴിഞ്ഞ ദിവസം എൻ്റെ വിസയുടെ ഇൻ്റർവ്യൂ ആയിരുന്നു. ഇന്ന് എൻ്റെ കയ്യിൽ എൻ്റെ വിസ കിട്ടി. ഇന്ന് വിസ കിട്ടിക്കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വന്ന് ഈ സാക്ഷ്യം പറയുന്നത്. ഇതിലൂടെ എനിക്ക് ഒരുപാട് ഭയങ്കര വിശ്വാസം ഉണ്ടായി കൃപാസനം അമ്മയിൽ. ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ആദ്യം വിളിക്കുന്നത് അമ്മേനെ തന്നെയാണ്, അല്ലെങ്കിൽ ആദ്യം വന്ന് പ്രാർത്ഥിക്കുന്നത് ഇവിടെ തന്നെയാണ്. 2023 സെപ്റ്റംബറിലാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത സമയത്ത് ഞങ്ങളുടെ ആദ്യത്തെ നിയോഗം മകളിൽ ജർമ്മനിയിൽ പോകുന്നത് തന്നെയായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചുകൊണ്ട് നവംബറിൽ എൻ്റെ അമ്മയെ ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു. അമ്മയെന്ന് പറയുന്നത്, എൻ്റെ മമ്മി എന്ന് പറയുന്നത് ഈ കൃപാസനത്തിൽ നിന്ന് മാറത്തില്ല. മമ്മി ഇവിടെയാണ്, മിക്കപ്പോഴും ഇവിടെയാണ്. അപ്പോൾ മമ്മിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. ആദ്യം ഒരു സംശയം മമ്മിക്ക് തോന്നിയെങ്കിലും മമ്മി ഞങ്ങളോടത് പറഞ്ഞില്ല. മമ്മി ഇങ്ങനെ വന്ന് പ്രാർത്ഥിച്ചു. മമ്മി വിചാരിച്ചു അത് രോഗം സൗഖ്യമാകും. പക്ഷേ മാതാവ് ഇടപെട്ട് ഞങ്ങളെ അത് അറിയിച്ചു. പക്ഷെ ഒത്തിരി വൈകിപ്പോയി, സ്റ്റേജ് 3 ആയിപ്പോയി. അപ്പം ബയോപ്സി റിസൾട്ട് എടുത്ത സമയത്ത് റിസൾട്ടിൽ കാണിച്ചത് ബോഡി ഫുൾ അത് സ്പ്രെഡായിപ്പോയി എന്നാണ് കാണിച്ചത്. അപ്പോൾ ഡോക്ടർ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞത് സർജറി പോസിബിൾ അല്ല, കാരണം അത്രയ്ക്കും ആ മുഴ വലുതായിപ്പോയി. അപ്പം നമ്മുടെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ആ തൊലി വന്ന് മൂടാനായിട്ട് പറ്റില്ല. സ്റ്റേജ് 3 ആയി പോയില്ലേ. അമ്മ ഇത് പറയാതെ നമ്മളോട് വെച്ചത് കൊണ്ട് സംഭവിച്ചതാണിത്. തുടക്കത്തിലേ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഈ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവത്തില്ലായിരുന്നു. ഇങ്ങനെയാണ് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, നമുക്ക് പെറ്റ് സ്കാൻ എടുക്കാം. പെറ്റ് സ്കാൻ എടുത്തിട്ട് ഇത് ബോഡിയിൽ എവിടെയൊക്കെ സ്പ്രെഡായെന്ന് അറിയണം. ഇത് സ്പ്രെഡായിട്ടുണ്ട്. അത്യാവശ്യം ഒരു ക്രോണിക് ടൈപ്പുള്ള അങ്ങനത്തെ എന്തോ ഒരു ക്യാൻസർ ആയിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ കറക്റ്റ് മെഡിക്കൽ വേർഡ് മറന്നുപോയി. അപ്പം പെറ്റ് സ്കാൻ എടുത്തിട്ട് ഇത് എവിടെയൊക്കെ സ്പ്രെഡായെന്ന് നോക്കിയിട്ട് മാത്രം നമുക്ക് ഇതിൻ്റെ ഫർദർ ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കാമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് പെറ്റ് സ്കാനിന് വേണ്ടി നമുക്ക് ഡേറ്റ് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ആ 3-4 ദിവസവും എൻ്റെ മമ്മി ഇവിടെ എല്ലാ ദിവസവും വരും. എല്ലാ ദിവസവും വന്നിട്ട് മുകളിലൊരു നിത്യാരാധനയുണ്ട്. അവിടെ പോയിരുന്ന് കരഞ്ഞിരുന്ന് പ്രാർത്ഥിക്കും. അവിടെ ഇരുന്ന് ഉച്ചയ്ക്ക് രാവിലെ വരും, വൈകുന്നേരമേ പോവുള്ളൂ. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് അപ്പം അങ്ങനെ പെറ്റ് സ്കാൻ എടുത്തു. പെറ്റ് സ്കാനിൻ്റെ റിസൾട്ട് കിട്ടി, ഞങ്ങളുടെ കയ്യിൽ കിട്ടി. ഞങ്ങൾ നോക്കിയപ്പോൾ കാണുന്നത് അത് എവിടെയും സ്പ്രെഡായിട്ടില്ല. റൈറ്റ് ബ്രസ്റ്റിലായിരുന്നു ക്യാൻസർ, ലെഫ്റ്റിലേക്ക് പോലും അത് സ്പ്രെഡായിട്ടില്ല. അത് ഭയങ്കര ഒരു മിറാക്കിൾ. കാരണം ബയോപ്സി റിസൾട്ടിൽ കാണിക്കുന്നത് അത്യാവശ്യം അത് ഇതായിട്ടുള്ള ക്യാൻസറാണെന്നാണ്. പക്ഷേ ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ അവിടെ ഒരു വലിയൊരു അത്ഭുതം നടന്നു. അവിടുന്ന് ഡോക്ടർ പിന്നീട് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇത് നമുക്ക് നോക്കാം, ഇത് നമുക്കൊരു 8 കീമോ നമുക്ക് എടുക്കാം. 8 കീമോ എടുത്തതിന് ശേഷം നമുക്കിത് സർജറി ചെയ്യാം. അത്യാവശ്യം ഈ രോഗം വന്നിട്ടുള്ള ആൾക്കാർക്കറിയാം കീമോ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പം കീമോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ മമ്മിയെ സംബന്ധിച്ച് മമ്മിയുടെ മുടി പോകും, അങ്ങനെയൊക്കെ പുള്ളിക്കാരത്തേക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഈ അസുഖത്തെ മമ്മി വരവേറ്റത്. മമ്മിയുടെ മുഖത്ത് ഒരിക്കലും എനിക്ക് ഈ അസുഖം വന്നല്ലോ എന്നുള്ളൊരു സങ്കടം ഇല്ലായിരുന്നു. അതിനെ വളരെ പോസിറ്റീവായിട്ട് എടുത്തു. ഈ കൃപാസനം പ്രാർത്ഥനകൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ചെല്ലാൻ തുടങ്ങി. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി. പിന്നെ അച്ഛൻ്റെ ടോക്ക് ചൊവ്വാഴ്ചകളിൽ കേൾക്കും. കറക്റ്റായിട്ട്
അത് കേൾക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും മമ്മി ഫോളോ അപ്പ് ചെയ്യുന്നതിനോടൊപ്പം ഞങ്ങളും അതുപോലെ. ഞങ്ങളിവിടെ എല്ലാ ദിവസവും ഞങ്ങളൊരു 7:30 മണി കഴിയുമ്പോൾ ഞങ്ങളിവിടെ വരും. ഞങ്ങളുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, ഒരു 5 കിലോമീറ്റർ അടുത്താണ്. അപ്പം എല്ലാ ദിവസവും ഒരു 7:30 മണി കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളൊരു ജപമാല ചൊല്ലും. കഴിയുന്ന മിക്ക ദിവസവും എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ മാത്രമേ മുടങ്ങാറുള്ളൂ. അപ്പം ഞങ്ങളുടെ പ്രാർത്ഥനയും മമ്മിയുടെ പ്രാർത്ഥനയൊക്കെ കൊണ്ട് 8 കീമോ മമ്മി പുഷ്പം പോലെ കഴിഞ്ഞു പോയി. കീമോടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. മമ്മി ഒരുപാട് സഫർ ചെയ്യുന്നു. ഒരു 3-4 ദിവസം മമ്മിക്കൊരു ക്ഷീണം ഉണ്ടാവും. അത് കഴിയുമ്പോൾ മമ്മി ഭയങ്കര സ്ട്രോങ് ആയിട്ട് എഴുന്നേറ്റ് വരും, തനിയെ കുക്ക് ചെയ്യും, ഒരു കുഴപ്പമില്ല. മമ്മി നല്ല സ്ട്രോങ് ആയിട്ടാണ് നടക്കുന്നത്. അതിനുശേഷം സർജറി, ബ്രസ്റ്റ് റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബയോപ്സിക്ക് അയക്കും. അപ്പോൾ ആ ബയോപ്സിക്ക് കൊടുത്തപ്പോൾ അവിടുന്ന് എന്നെ വിളിച്ച് ചോദിച്ചത്, ഇതെന്തിനാണ് നിങ്ങൾ ബയോപ്സിക്ക് തന്നത്, ഈ പേഷ്യൻറ്റിന് എന്താ? അപ്പോൾ ഞാൻ പറഞ്ഞു അത് ക്യാൻസർ ആയിരുന്നു, സർജറി കഴിഞ്ഞതാണ്. അപ്പോൾ അവർ പറഞ്ഞു ക്യാൻസറിൻ്റെതായിട്ടുള്ള ഒന്നും കാണുന്നില്ലല്ലോ എന്നാണ് പറഞ്ഞത്. അത് ഭയങ്കര 8 കീമോ കഴിഞ്ഞ് ഇത്രയും വലിയൊരു 3rd സ്റ്റേജിൽ ക്യാൻസർ ആയിരുന്ന ഒരു പേഷ്യൻറ്റിന് സർജറി കഴിഞ്ഞപ്പോൾ ക്യാൻസറിൻ്റെതായിട്ടുള്ളതൊന്നും കാണുന്നില്ല. അത് വലിയൊരു മിറാക്കിൾ തന്നെയാണ്. ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റാത്ത മിറാക്കിളായിരുന്നു. തിരിച്ച് ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് ബയോപ്സി റിസൾട്ടുമായിട്ട് വീണ്ടും ചെന്നപ്പോൾ ഡോക്ടറിന് മനസ്സിലായി അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു വളരെ പോസിറ്റീവ് റിസൾട്ടാണിത്, വളരെ പോസിറ്റീവാണ് നമുക്ക്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് കീമോ നമുക്ക് ലൈഫ് ലോങ് 1 ഇയർ കമ്പൾസറി ആയിട്ട് വേണ്ടി വരും, ട്രീറ്റ്മെൻറ്റ് എത്ര നാൾ വേണ്ടി വരും എന്ന് പറയാൻ പറ്റില്ലെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. പക്ഷേ കീമോ നിർത്തി, എല്ലാം നിർത്തി. ഒരു റേഡിയേഷൻ, ഒരു 15 ദിവസത്തെ ഒരു റേഡിയേഷൻ ഉണ്ടായിരുന്നു. ആ റേഡിയേഷൻ മാത്രം എടുത്തു. ഇപ്പം മമ്മി പൂർണ്ണ ആരോഗ്യവതിയായി നല്ല ഹെൽത്തി ആയിട്ട് വീട്ടിലിരിക്കുന്നുണ്ട്. ഇത് ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഷോപ്പ് നമ്മുടെ നാഷണൽ ഹൈവേയിലാണ്, ചേർത്തല നാഷണൽ ഹൈവേ. അപ്പം അവിടെ റോഡ് വൈഡനിങ് വന്നപ്പോൾ, ഇപ്പം നാഷണൽ ഹൈവേയുടെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് റോഡ് വൈഡനിങ് വന്നപ്പോൾ ഷോപ്പ് കുറച്ച് അപ്പുറത്തേക്ക് മാറ്റേണ്ടി വന്നു. അപ്പം നമ്മൾ കുറച്ച് സ്ഥലം ലീസിനെടുത്തിട്ട് നമ്മൾ ഷോപ്പ് വെച്ചെടുക്കുമായിരുന്നു, നമ്മൾ ബിൽഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് ബിൽഡ് ചെയ്തുകൊണ്ട് വന്ന സമയത്ത് ഇതിൻ്റെ ഷോപ്പിൻ്റെ നമ്പർ കിട്ടണം. ആ നമ്പർ നമുക്ക് കിട്ടുന്നില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാഷണൽ ഹൈവേയുടെ അതോറിറ്റിയിൽ പോകണം. അങ്ങനെ ഒരുപാട് നൂലാമാലകൾ. നമ്മൾ സാധാരണ പഞ്ചായത്തിൽ ചെന്നോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ചെന്നോ അപ്ലൈ ചെയ്യുന്നത് പോലെയൊന്നും കടയ്ക്ക് നമ്പർ കിട്ടില്ല. അപ്പം നമുക്ക് നമ്മുടെ വരുമാന മാർഗ്ഗമാണ്, ഞങ്ങളുടെ വരുമാന മാർഗ്ഗമാണ് പുള്ളിയുടെ ഷോപ്പ്. അപ്പോൾ അത് നിന്നുപോയി. ഈ ഷോപ്പിൻ്റെ നമ്പറിന് വേണ്ടി ഞങ്ങൾ കയറി ഇറങ്ങാത്ത സ്ഥലമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം നമുക്കൊരു സർക്കാർ തലത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ രാഷ്ട്രീയ പാർട്ടിപരമായിട്ട് അങ്ങനെയൊക്കെ പോകും, റെക്കമെൻഡേഷന് പോകും. ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യാൻ ഇനി ആരുമില്ല. മന്ത്രിമാരെ വരെ നമ്മൾ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിപ്പിച്ചു, നടന്നില്ല. ഇവിടെ വന്ന് അവസാനം ഹസ്ബൻഡ്, ഞങ്ങൾ എല്ലാ ദിവസവും ഇവിടെ വരുന്ന ആൾക്കാരാണ്, ഒരു ദിവസം ഹസ്ബൻഡ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, മാതാവി ആ ഷോപ്പിൻ്റെ നമ്പർ എനിക്ക് കിട്ടണേ, ഞാൻ വന്ന് സാക്ഷ്യം പറയാം. അത്ഭുതമെന്ന് പറയട്ടെ, ഈ മന്ത്രിമാർ വരെ റെക്കമെൻഡ് ചെയ്തിട്ട് കിട്ടാത്ത ഷോപ്പിൻ്റെ നമ്പർ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളോടൊപ്പം വെച്ചിട്ടുള്ള മറ്റുള്ള പലർക്കും അത് റിജക്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് ആ നമ്പർ കിട്ടി. ഷോപ്പിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. ഇത് രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത്തെ സാക്ഷ്യം, ഇവിടെ ഈ ഉടമ്പടി തുടങ്ങുന്നതിനൊക്കെ മുൻപുള്ള കാലമാണ്. ഒരു 2013, 14, 12, 13 ആ ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് എനിക്കൊരു ചുമ വരികയുണ്ടായി. അപ്പം സാധാരണ പോലെയുള്ള ചുമ മരുന്ന് കഴിക്കും, മാറില്ല, പിന്നെയും മരുന്ന് കഴിക്കും, മാറില്ല. അങ്ങനെ ഇവിടെ ആലപ്പുഴയിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ ഹോസ്പിറ്റലിലും കാണിച്ചു. ഞാനൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അസുഖം വെറും ഒരു ചുമ മാത്രമാണ്. പക്ഷേ ചുമയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു എന്താ പറയുക, വല്ലാത്തൊരു ചുമയാണ്. ചുമച്ച് നമ്മൾ ആകെ ടയേർഡാവും. അങ്ങനെ ഇവിടെ എല്ലാം കാണിച്ചു, മാറിയില്ല. അവസാനം നമുക്ക് പേടിയാവാൻ തുടങ്ങി, ഇതെന്താ ഈ ചുമ മാറാത്തെ. എല്ലായിടവും കൊണ്ട് കാണിച്ചിട്ടും എല്ലാവരും ആൻറ്റിബയോട്ടിക് എടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, മാറുന്നില്ല. അവസാനം രാജഗിരി ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റായി. അവിടെയും അഡ്മിറ്റായി, ആലപ്പുഴയിൽ അഡ്മിറ്റായി, രാജഗിരിയിലും അഡ്മിറ്റായി. അവിടെ വെച്ചിട്ട് അവിടുത്തെ ഡോക്ടറിനൊരു ഡൗട്ട്, ഒരു ക്യാൻസറിൻ്റെതാണോ എന്നുള്ളൊരു സംശയം. അവരതിൻ്റെ ടെസ്റ്റുകളെല്ലാം നടത്തി. അപ്പോൾ അത് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഹസ്ബൻഡ് ഇവിടെ വന്നിട്ട്, ഇവിടെ അന്ന് സാക്ഷ്യം എഴുതിയിടുന്നത് നോട്ടീസ് ബോർഡിലാണ്. അപ്പം പുള്ളിക്കാരൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, ഞാൻ സാക്ഷ്യം നോട്ടീസ് ബോർഡിൽ എഴുതിയിട്ടേക്കാം മാതാവേ, അസുഖം ഭേദമാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു. രാജഗിരി ഞാനൊരു 3 ദിവസം അഡ്മിറ്റ് ആയുള്ളൂ. 3ൻ്റെ അന്ന് റിസൾട്ടുകളെല്ലാം വന്നു, എല്ലാം നെഗറ്റീവാണ്. പക്ഷേ എൻ്റെ ചുമ ഗ്രാജുവലി കുറയാൻ തുടങ്ങി. അത് കുറഞ്ഞ് ഇപ്പം എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. പക്ഷേ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന തെറ്റ്, ആ നോട്ടീസ് ബോർഡിൽ ഞങ്ങളത് എഴുതിയിട്ടില്ല, ഞങ്ങൾക്കത് എഴുതിയിടാൻ പറ്റിയില്ല. പക്ഷേ അന്ന് മുതൽ ഞങ്ങൾ ചെയ്യുന്നൊരു പ്രേക്ഷിത പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നും നമുക്കിവിടെ പത്രം കിട്ടും. ഈ പത്രമായിട്ട് ഞങ്ങൾക്ക് ഒരു മോളും കൂടെ ഉണ്ട്. ഞങ്ങൾ 4 പേരും കൂടെ ഞായറാഴ്ചകളിൽ ഞങ്ങൾ ഈ പത്രമായിട്ട് ഞങ്ങളങ്ങ് ഇറങ്ങും. അന്ന് ഈ പത്രം വിതരണം ഇങ്ങനെ ഉടമ്പടി അങ്ങനെയൊന്നും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ഈ കുട്ടനാടിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ പോകും. പത്രം കിട്ടാത്തവരുടെ അടുത്ത് ചെറിയ കുരിശടികളിലും പള്ളികളിലും ഒക്കെ പത്രം വെച്ച്, കാണുന്നവരുടെ കയ്യിൽ പത്രം കൊടുത്ത്, കൃപാസനത്തിലെ പത്രമാണെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളൊരു പ്രേക്ഷിത പ്രവർത്തനം അന്നു മുതലേ ചെയ്യാൻ തുടങ്ങിയതാണ്. പിന്നെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എൻ്റെ ജീവിതത്തിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഞാൻ അത്യാവശ്യം പ്രാർത്ഥിക്കും,
പ്രാർത്ഥിക്കുന്ന ആളാണ്, പള്ളിയിൽ പോകും. പക്ഷെ ഉടമ്പടിക്ക് മുൻപ് പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകും. അത് ഒരു നോർമൽ പ്രൊസീജിയറായിട്ട് നടന്നു പോവുക. ഉടമ്പടിക്ക് ശേഷം എനിക്ക് അതിനകത്ത് ആത്മീയത ഒരുപാട് കൊണ്ടുവരാൻ പറ്റി. എനിക്ക് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാൻ പറ്റി. ഇപ്പം എക്സാമ്പിളായിട്ട് പറയണേ, മോൾക്ക് ഇപ്പോൾ ജർമ്മനി പോകുന്നൊരു കാര്യം, അപ്പം ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല, അവൾക്ക് അതുപോലെ നിൽക്കുന്ന പല രാജ്യങ്ങളിലേക്ക് പോകാൻ നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കില്ല, പകരം മറ്റ് അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന, ഓരോ ജപമാല, ഓരോ നന്മ നിറഞ്ഞ മറിയുമേ ചെല്ലുമ്പോഴും ഓരോ നിയോഗം വെച്ച് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റി. എനിക്ക് ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകും, കൊന്തയിലും, അതങ്ങനെ അങ്ങ് പോകുക. പക്ഷേ ആത്മീയതയോടുകൂടി എങ്ങനെ പ്രാർത്ഥിക്കണം എന്നെന്നെ പഠിപ്പിച്ചത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും ആ കാശുരൂപം കയ്യിൽ പിടിച്ചിട്ട് വളരെ നിസ്സാരമായി അതിനെ നേരിടാൻ പഠിച്ചു. ടെൻഷൻ വന്നാൽ മിക്കവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല ഓർത്തോർത്ത്. എനിക്കും ഉണ്ടായിരുന്നു ആ പ്രശ്നം. എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉറങ്ങില്ല, ടെൻഷൻ അടിച്ച് നിൽക്കും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, സുഖമായി ഉറങ്ങും. എൻ്റെ വിശ്വാസം എന്താണെന്നറിയാവോ? ഉണ്ടല്ലോ എൻ്റെ കൂടെ, ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, പിന്നെന്തിനാ പേടിക്കുന്നേ? കർത്താവില്ലേ ഞങ്ങളുടെ കൂടെ, മാതാവില്ലേ, അവിടുന്ന് സാധിച്ചു തരും, പിന്നെന്തിനാ പേടിക്കുന്നേ? അതുപോലെ തന്നെ നമുക്ക് തലേ ദിവസം വരെ എന്ത് ചെയ്യുമെന്നറിയാത്ത പല ഇഷ്യൂസും നേരം വെളുക്കുമ്പോൾ അതിനൊരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അത്ഭുതത്തോടെ, വളരെ അത്ഭുതത്തോടെ കണ്ടു നിന്നുകൊണ്ടിരിക്കുക ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ. കാരണം അത്ര ക്രൈസിസിലൂടെ കടന്നു പോകുന്ന സമയത്തും പിറ്റേ ദിവസം രാവിലെ അത് സാധിച്ചു കിട്ടുക. എന്നാൽ അതിനുവേണ്ടി ഭയങ്കരമായിട്ടുള്ളൊരു പ്രാർത്ഥനയൊന്നും ചെയ്യുന്നത് ഫുള്ള് മധ്യസ്ഥ പ്രാർത്ഥനകളാണ്. ഞാൻ ചെയ്യുന്നതെല്ലാം ഓരോ ജപമാല ചെല്ലുമ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനകളാണ്. അതിലൂടെ മാതാവ് തന്ന ഈ അനുഗ്രഹത്തിന് ഒരുപാട് നന്ദി. ഇനിയും കഴിയുന്ന അത്രയും കാലം ഇവിടെ വന്ന് എല്ലാ ദിവസവും മുടങ്ങാതെ ആ ജപമാല ചെല്ലണമെന്നും പ്രാർത്ഥിക്കണമെന്നും മാതാവിൻ്റെ കൂടെ തന്നെ ആയിരിക്കണമെന്നുമാണ് ആഗ്രഹം. അതിന് മാതാവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ ഒരു കുടുംബം അവരുടെ വ്യക്തിപരമായിട്ടും കുടുംബത്തിലുണ്ടായ ദൈവാനുഭവങ്ങളാണ് ഇപ്പോൾ സാക്ഷ്യമായിട്ട് പറഞ്ഞതിൽ ഏറ്റവും ആദ്യം പറഞ്ഞത് ഈ മകളുടെ സാക്ഷ്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എവിടെ പോയിരുന്നാലും ഉടമ്പടിയുടെ കാശുരൂപവും പ്രാർത്ഥനയുമൊക്കെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് മകൾ പറയുന്നത്. കാരണം നമ്മളൊരു മനുഷ്യരായതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ട് എങ്കിലും ഒരു പക്ഷെ നമ്മൾ ദൈവത്തിൻ്റേതാണ്, അല്ലെങ്കിൽ ദൈവം നമ്മളോടൊപ്പമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥനയിലാണ് എന്ന് ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഈ ഉടമ്പടിയുടെ കാശുരൂപമൊക്കെ ഒരുപാട് സഹായകമായിട്ട് മാറുന്നുണ്ട്. അതിപ്പം എല്ലാ സാക്ഷ്യങ്ങളിലും നമുക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം നമ്മളിപ്പം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മോശയോടും അഹ്റോനോടുമൊക്കെ ഈ വടിയെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ള കർത്താവ് പറയുമ്പം വടിയില്ലാതെ കർത്താവിന് കാര്യം ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല. പക്ഷേ മോശയെ അല്ലെങ്കിൽ അഹ്റോനെ സംബന്ധിച്ചിടത്തോളം ഒരു ബലമായിട്ടും കരുത്തായിട്ടും ദൈവസാന്നിധ്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായിട്ടും ഈ ഒരു ദൈവം നൽകിയ അല്ലെ ദൈവം കൽപ്പിച്ച് എടുക്കുവാനായിട്ട് പറഞ്ഞത് മാറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓർമ്മപ്പെടുത്തൽ എപ്പോഴും കാശുരൂപം നൽകുന്നു. കാരണം നമ്മൾ പ്രിപ്പയർഡാണ്, ഈശോയും മാതാവും കൂടെയാണ്. അപ്പോൾ അങ്ങനൊരു കാര്യം മകളുടെ സാക്ഷ്യത്തിലുണ്ട്. അങ്ങനെ പോകുന്നതെന്ന് മാത്രമല്ല, ആ പോയ എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായിട്ടൊരു ഉത്തരം ലഭിച്ചു എന്നുള്ളതാണ്. അത് ഇവിടെ ഉടമ്പടി എടുത്ത് പോയത് ആ ദിവസം തന്നെ കുറേ നാളുകൾക്ക് ശേഷം വരേണ്ട റിസൾട്ട് വന്നു എന്നുള്ളത്. അപ്പം ഓരോ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും ഇങ്ങനെ ചെറുതും വലുതുമായ അനുഭവങ്ങൾ. രണ്ടാമത്തത് ഇവിടെ വർഷങ്ങളോളം വന്ന് പ്രാർത്ഥിക്കുന്ന അമ്മയുടെ അനുഭവമാണ്. അതും ഒരു പരിധിവരെ ലഭിച്ചൊരു ആത്മീയമായ ശക്തിയെക്കുറിച്ചും ആത്മീയമായ ബലത്തിനെക്കുറിച്ചും ഉള്ള വലിയൊരു അനുഭവമാണ്. കാരണം പ്രാർത്ഥിച്ച് എന്തിനെ അതിജീവിക്കാം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തല. പിന്നെ മൂന്നാമത്തത് ഈ കുടുംബത്തിലുണ്ടായ എല്ലാ സാഹചര്യങ്ങളും ഇപ്പം ഈ മകളുടെ അമ്മ പറഞ്ഞതുപോലെ എന്തും അതിജീവിക്കാനുള്ള കഴിവ്. സത്യം പറഞ്ഞാൽ ഉടമ്പടിയും പ്രാർത്ഥനയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഏത് സാഹചര്യത്തെയും വളരെ ദൈവ സാന്നിധ്യത്തോടു കൂടി അതിജീവിക്കാനുള്ള കഴിവാണ്. അത് ദൈവം നൽകുന്ന ഏറ്റവും, കാരണം ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തെ കാരണം 23-ാം സങ്കീർത്തനത്തിൽ കർത്താവ് ഇരുൾ മൂടിയ താഴ്വരയിലൂടെ നടന്നാലും മരണഭീതിയുള്ള നടുവിലൂടെ നടന്നാലും നീ ഭയമെന്തെന്ന് അറിയത്തില്ലെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനമാണ്. ശിഷ്യന്മാരുടെയും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലും ഒക്കെ ദൈവം അവരുടെ കൂടെ നടന്നു എന്ന് പറയുന്നതിൻ്റെ തെളിവെന്ന് പറഞ്ഞാൽ അവർ ഏത് സാഹചര്യത്തെയും അതിജീവിതം. അമ്മ മാതാവിൻ്റെ ജീവിതത്തിലും കടന്നുപോയ കനൽ വഴികളിലൊക്കെയും ദൈവം മാതാവിന് നൽകിയ ശക്തി എന്ന് പറഞ്ഞാൽ നിൻ്റെ ഹൃദയത്തിലൊരു വാൾ കിടക്കും, ഏത് സാഹചര്യത്തിലൂടും കുരിശിൻ്റെ ചുവട് വരെ അല്ലെങ്കിൽ സ്വർഗം വരെ ചെലുത്തുവാനുള്ളൊരു വഴി. അപ്പം ഇതാണ് ഏറ്റവും വലിയൊരു അഭിഷേകം എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഉടമ്പടി എടുക്കുന്ന എല്ലാ സാക്ഷ്യങ്ങളിലും അവർ ഉണ്ടാവില്ല. ഓരോ ഭാഷയിലാണ് അവർ പറയുന്നത്. ചില കുട്ടികൾ സാക്ഷ്യം പറയുമ്പോൾ അതിന് ദൈവം ഒരു കോൺഫിഡൻസ് എന്ന് പറയും, കുറച്ചുകൂടെ ഉള്ളൊരു സാക്ഷ്യം പറയുമ്പം ഒരു തൻ്റെ ഇടം ലഭിച്ചു എന്ന് പറയും. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു പ്രസൻസ് ലഭിക്കുന്നു. ഏറെ പ്രത്യേകിച്ച് ഈ ഒരു കുടുംബത്തിൻ്റെ സാക്ഷ്യം
പരിശുദ്ധമായ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷ്യങ്ങളാക്കി ഈ കുടുംബത്തെ മാറ്റിയതിനെ ഓർത്തും ഇവർക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങളെ ഓർത്തും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.